ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. ക്രിസ്തുവിന്റെ മനുഷ്യത്വം യഥാർത്ഥ മനുഷ്യത്വം തന്നെ ആയിരുന്നു എന്നാണ് നാം കഴിഞ്ഞ ക്ലാസിന്റെ അവസാന ഭാഗത്ത് ചിന്തിച്ചത്. Toward the end of the last class, we discussed how the humanity of Jesus Christ was actual and true. തുടർന്ന് കർത്താവിൽ വെളിപ്പെട്ട മാനുഷിക ഗുണലക്ഷണങ്ങളും ഘടകങ്ങളും എന്തെല്ലാമായിരുന്നു എന്ന് നാം ഒന്ന് ചിന്തിക്കാൻ പോകുകയാണ്. And we'll be continuing that, and right now we'll be discussing the qualities of humanity that were visible in Jesus Christ. ഒന്നാമതായിട്ട് തന്റെ വളർച്ചയെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. Firstly, let us discuss about his growth. യേശുക്രിസ്തുവിന്റെ ശാരീരിക വളർച്ചയെയും ആളത്ത വികസനത്തെയും കുറിച്ച് നമുക്ക് വ്യക്തമായി ബൈബിളിൽ വായിപ്പാൻ കഴിയുന്നുണ്ട്. We can clearly read about the bodily growth of Jesus Christ and how his personality grew. രണ്ടാമത് തനിക്ക് വിശപ്പ് അനുഭവപ്പെട്ട കാര്യം മത്തായി 4:2 മർക്കോസ് 11:12 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And in Matthew 4:2 and Mark 11:12, we can see that Jesus Christ also felt hunger. യേശുക്രിസ്തുവിന് ദാഹിച്ചതായിട്ട് നമുക്കറിയാം. യോഹന്നാൻ 4:7 ശമര്യാക്കാരി സ്ത്രീയോട് കുടിപ്പാൻ ചോദിക്കുന്നതായി കാണുന്നു. മാത്രമല്ല യോഹന്നാൻ 19:28 താൻ കുടിക്കുവാനായിട്ട് ചോദിക്കുന്നതായി നാം കാണുന്നുണ്ട്. And we can see that Jesus Christ also thirsted. We read about that in John chapter 4 verse 7 and 5, how he requested that a drink be given to him, how he asked it from the Samaritan women. And also we read in 19:28 how he thirsted. യേശുക്രിസ്തുവിന് ശാരീരികമായി ക്ഷീണം അനുഭവിച്ചതായിട്ട് യോഹന്നാൻ 4:6 നാം കാണുന്നു. വഴി നടന്ന് താന് ക്ഷീണിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And in John 4:6 we can see that Jesus Christ also experienced fatigue and how he also felt tired. യേശുക്രിസ്തു ഉറങ്ങുവാനായി സമയം കണ്ടെത്തിയിരുന്നു. Jesus Christ separated time so that he might sleep. മർക്കോസ് 4:38 താൻ പടകിന്റെ അമരത്ത് തലയണ വെച്ച് ഉറങ്ങിയതായിട്ട് നാം കാണുന്നു. And we find Jesus Christ sleeping in the boat in Mark chapter 4 verse 38. യേശുക്രിസ്തു നിലവിളിച്ച് കരഞ്ഞതായിട്ട് ചില വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And we can also see certain passages where Jesus Christ wept, where he cried. യോഹന്നാൻ 11:33 ലാസർ മരിച്ച ആ സന്ദർഭത്തിൽ യേശുക്രിസ്തു കരഞ്ഞതായി നാം കാണുന്നു, കണ്ണീർ വാർത്തതായി നാം വായിക്കുന്നു. In John 11:33 we see Jesus Christ weeping when Lazarus died. ലൂക്കോസ് 19:41 നമുക്ക് അതുപോലെ ഒരു ഭാഗം കാണുവാനായിട്ട് കഴിയുന്നു. And similarly in Luke chapter 19 verse 41 we see a similar passage. യേശുക്രിസ്തു അപേക്ഷ കഴിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന അനേക വേദഭാഗങ്ങൾ കാണാം. യോഹന്നാൻ 12:27, മത്തായി 14:23 ഭാഗങ്ങളിൽ, അങ്ങനെ മറ്റു പല ഭാഗങ്ങളിൽ നമുക്ക് യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയെക്കുറിച്ചും താൻ അപേക്ഷ കഴിക്കുന്നതായിട്ടും വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. In John chapter 12 verse 27 and Matthew 14:23 we find Jesus Christ praying and pleading with the Father. ഈ പറഞ്ഞതായ 7 കാര്യങ്ങളും മനുഷ്യരായ നമ്മോടുള്ള ബന്ധത്തിലും ഒരുപോലെ ശരിയായ കാര്യമാണ്. And all these things that we right now discussed are things that we human beings also experience. യേശുക്രിസ്തു നമ്മെ പോലെയുള്ള മനുഷ്യ ശരീരത്തിലാണ് ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. Jesus Christ assumed the form of a man and then came into this earth. അപ്പോൾ തന്നെ താൻ പാപരഹിതനായിരുന്നു എന്നുള്ള കാര്യം അതിനോട് ചേർത്ത് പറയട്ടെ. And at the same time we have to understand, we have to add in that he was sinless. രണ്ടാമത് തന്റെ ശരീരത്തിലെ ഘടകങ്ങളെ നമുക്കൊന്ന് നോക്കാം. So we can now discuss about the parts or the physical parts of the body of Jesus Christ. തന്റെ ശരീരത്തിൽ തനിക്കൊരു ശരീരം ഉണ്ടായിരുന്നു, ആ ശരീരത്തിൽ രക്തമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. We can see that Jesus Christ possessed a body and his body had blood like the rest of us. എബ്രായലേഖനം 2:14 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ എന്ന് നാം കാണുന്നു. കൂടാതെ എബ്രായലേഖനം 10:5-10 വാക്യങ്ങളിൽ തന്റെ ഒരു ശരീരത്തെ കുറിച്ച് നാം കാണുന്നു. യോഹന്നാൻ 19:34 തന്റെ രക്തത്തെ കുറിച്ച് നാം വായിക്കുന്നു. അങ്ങനെ
ശരീരവും രക്തവും കർത്താവിന്റെ ആ മാനുഷികമായി താൻ അവതരിച്ചപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. It is clear that Jesus Christ's body was like the rest of us, and it had blood and it had flesh. We can read about it in Hebrews chapter 2 verse 14, and also in another passage, also in John chapter 19 verse 34, we find the terms flesh and blood. രണ്ടാമതായി തന്റെ ദേഹി, his soul. And we can see about the soul of Jesus Christ. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്ന് മത്തായി 26:38 കർത്താവ് പറയുന്നുണ്ട്. In Matthew 26:38, Jesus Christ claims that his soul was being afflicted to the point of death. മൂന്നാമതായിട്ട് ആത്മാവ്. And thirdly, we can look at his spirit. യോഹന്നാൻ 19:30 ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നാം വ്യക്തമായി കാണുന്നു. And in Luke 23, chapter 23 and verse 44, we find Jesus Christ submitting his spirit to God the Father. And പുനരുത്ഥാന ശേഷവും കർത്താവ് ശരീരത്തോട് കൂടിയവനായിരുന്നു എന്ന് നാം കാണുന്നു. അവൻ ഭക്ഷിച്ചു എന്ന് നാം വായിക്കുന്നു. Even after resurrection, Jesus Christ was in a body. We read about that, and we also see that Jesus Christ ate. എന്നാൽ തന്റെ ശരീരം പുനരുത്ഥാന ശരീരം അല്ലെങ്കിൽ ആത്മശരീരം തേജസ്കരിക്കപ്പെട്ട ശരീരമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. തനിക്ക് അസ്ഥിയും മാംസവും ഉണ്ടായിരുന്നതായി നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. But the resurrected body was the glorified body, the transformed body, and even that body had flesh and bones. ശരീരത്തിൽ രക്തമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. But we do not find that this particular body had blood. ലൂക്കോസ് 24:39, 42, 43 വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. We find these passages in Luke chapter 34. 39, 42 and 43. തുടർന്ന് നമുക്ക് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം യഥാർത്ഥ മനുഷ്യത്വമായിരുന്നു എങ്കിലും പാപരഹിതനായ മനുഷ്യനായിരുന്നു എന്നുള്ളത് ചിന്തിക്കാം. And next, let us discuss that despite being fully man, despite being fully human, Jesus Christ was without sin. യേശുക്രിസ്തു മനുഷ്യത്വം സ്വീകരിച്ച് ഒരു ശരീരത്തോടെ ജീവിച്ചു എങ്കിലും അന്നും ഇന്നും എന്നും താൻ പാപരഹിതനാണ്. And even if Jesus Christ assumed a body and lived as a man, he was then and still now he's sinless. പാപം എന്നത് മനുഷ്യത്വത്തിന്റെ അംശമല്ല. അതിന്റെ കാരണം ആദാം പാപം ചെയ്തതിന് മുമ്പേ പാപരഹിതനായ മനുഷ്യനായിരുന്നു. Sin was not the part of being a man, because we see that Adam was made without sin. ക്രിസ്തു പാപജഡത്തിൽ വന്നു എന്നല്ല നാം വായിക്കുന്നത്, പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വന്നു എന്നാണ് വചനത്തിൽ നാം വായിക്കുന്നത്. റോമർ 8:3 വാക്യം. And in Romans 8:3 we read that Jesus Christ did not come in sin, but he came in a body which we see that it was in the likeness of a sinful body. യേശുക്രിസ്തുവിന്റെ പാപരാഹിത്യത്തെ 3 നിലകളിൽ നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. And regarding this, how Jesus Christ was sinless, we can understand this topic in 3 parts. ക്രിസ്തു പാപം ചെയ്തിട്ടില്ല എന്ന് പത്രോസ് 2:22 നമ്മെ ഓർപ്പിക്കുന്നു. In 1 Peter 2:22, we are reminded that Jesus Christ never sinned in his body. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പത്രോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. Peter very clearly states that Jesus Christ did not sin with his body and there was no deceit in his mouth. അവനിൽ പാപമില്ല എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു. We also find the apostle John saying that there was no sin in Jesus. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപമില്ല എന്ന് 1 യോഹന്നാൻ 3:5 താൻ നമ്മെ ഓർപ്പിക്കുന്നു. In 1 John 3:5, John tells us that Jesus Christ came to remove sin, but there was no sin in him. അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത് അവൻ പാപം അറിഞ്ഞിട്ടില്ല എന്നാണ്.
And Apostle Paul tells us that Jesus never knew sin. 2 കൊരിന്ത്യർ 5:21 പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പോൾ ക്രിസ്തു പാപം ചെയ്തിട്ടില്ല, ക്രിസ്തുവിൽ പാപം ഇല്ല. മൂന്നാമതായി നാം ക്രിസ്തുവിന്റെ ഇരു സ്വഭാവങ്ങളും ഏക ആളത്വവും എന്ന വിഷയത്തെക്കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കാൻ പോകുകയാണ്. And after this, we'll be looking at the two natures which Jesus Christ had, but the single person he was. ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ടെന്നുള്ള വസ്തുതയ്ക്ക് മതിയായ തെളിവുകൾ നാം മുൻ ക്ലാസ്സുകളിൽ കാണുവാനിടയായിത്തീർന്നു. In the previous classes, we saw numerous evidences which told us that Jesus Christ had the nature of a deity. എന്നാൽ ക്രിസ്തുവിൽ ഈ രണ്ട് പ്രകൃതികളും അല്ലെങ്കിൽ രണ്ട് സ്വഭാവങ്ങളും ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യം വളരെ അർത്ഥവത്തും ഘനതരവുമാണ്. But the question that how does Jesus Christ possess both humanity and deity, it is a very important and meaningful question. പരിമിതവും അപരിമിതവുമായി അന്യോന്യം വൈപരീത്യത്തോടു കൂടിയ രണ്ട് സ്വഭാവങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് വളരെ ദുർഗ്രാഹ്യമായ നിലയിലാണ്. Unlimited. So we see that this limited nature of being a man and the unlimited nature of being a God, these are together in Jesus Christ in a very special way. അത് മാത്രമല്ല, അത് ഒരു ആളത്വത്തിൽ തന്നെയാണ് ഈ രണ്ട് സ്വഭാവങ്ങളും ഒരുമിച്ചിരിക്കുന്നത്. And not only that, in a single person, Jesus Christ, we find both of these natures dwelling in him. ദൈവപ്രകൃതിയോട് കൂടിയ ദൈവിക ആളത്വം മനുഷ്യ ശരീരവും മനുഷ്യ പ്രകൃതിയും ഉൾപ്പെട്ട സമ്പൂർണ്ണ മനുഷ്യത്വം സ്വീകരിച്ചു എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. We can understand that the perfect God assumed the perfect nature of a man. ക്രിസ്തുവിന്റെ ഏക ആളത്വത്തെ കുറിച്ച് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. Now let us look at the humanity of Jesus Christ. ദൈവ ആളത്വവും മനുഷ്യ ആളത്വവും എന്നിങ്ങനെ രണ്ട് ആളത്വങ്ങൾ ക്രിസ്തുവിൽ ഉണ്ടായിരുന്നില്ല. We see that there was Jesus Christ did not possess two personalities, a godly personality and a manly personality. തന്നിൽ അങ്ങനെ രണ്ട് ആളത്വങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ, എന്നെ എന്നീ ഏക വചന പ്രയോഗങ്ങൾ തെറ്റായി പോകുമായിരുന്നു. If that was the case, the usage of the terms me, I would have been wrong for Jesus, which are singular pronouns. ഞങ്ങൾ, ഞങ്ങളെ, ഞങ്ങളുടെ എന്ന ബഹുവചന പ്രയോഗമായിരുന്നു അവിടെ വരേണ്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ it should have been we and us if this was the case. ഏക ആളത്വമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇത് വ്യക്തമാക്കുകയാണ്. So this clarifies and makes clear to us that Jesus Christ only possessed one personality. നമുക്കറിയാം, ദൈവത്തിൽ മൂന്ന് ആളത്വങ്ങളും ഒരു സ്വഭാവവും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. We find that in God there are three personalities and a single nature. ഒരാളത്വവും ഇരു സ്വഭാവങ്ങളുമാണുള്ളത്. But in Jesus Christ we find a single personality and two natures. ആ ആളത്വത്തെ കുറിച്ച് വേദശാസ്ത്രിമാർ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ മുമ്പാകെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I would like to tell you a phrase which theologians often say about this. ക്രിസ്തുവിന്റെ ഏക ആളത്വത്തിൽ അന്യോന്യം ലയിക്കാതെയും ഒരുമിച്ച് കലർന്ന് ഒരു സമ്മിശ്ര സ്വഭാവമായി തീരാതെയും we find that these two natures in Jesus Christ, without mixing and becoming one mixture, ദൈവത്വവും മനുഷ്യത്വവും എന്ന ഇരു സ്വഭാവങ്ങളും എക്കാലത്തും പ്രത്യേകമായും വ്യക്തമായും നിലകൊള്ളുകയും പ്രകടമായി തീരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. These two natures were separated and stayed separate and were revealed in their own fashion.
ആ വസ്തുത നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. രണ്ടാളത്തങ്ങൾ കൂടെ ഒന്നായി ചേർന്ന് ഒരാളത്തമാകുകയല്ല. I hope that you understood what I said. These two natures of Jesus Christ, the man and God, these natures didn't mix and become one. എന്നാൽ ഇത് രണ്ടും പ്രത്യേകമായിട്ടും വ്യക്തമായിട്ടും നിലകൊള്ളുകയാണ്. But they exist independently. ഇങ്ങനെ ഇതൊരു അസാധാരണ യോജിപ്പായി നിലകൊള്ളുന്നതിനെ വേദശാസ്ത്രികൾ പറയുന്നത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നാണ്. And this special way in which these two natures exist is termed as a hypostatic union. തുടർന്ന് ക്രിസ്തുവിന്റെ മനുഷ്യ പ്രകൃതിയുടെ ചില പ്രത്യേകതകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. And next, let us look at certain particularities of the attributes of humanity which Jesus had. The peculiarity of humanity of Christ. Okay. നമ്മുടെ മനുഷ്യത്വവും ക്രിസ്തുവിന്റെ മനുഷ്യത്വവും ഒരേ നിലയിലുള്ളതും മറിയ മൂലം ബന്ധപ്പെട്ടതുമാണെങ്കിലും അവയുടെ പ്രകടന വശത്ത് വ്യത്യാസങ്ങളുണ്ട്. Despite the fact that our humanity and Jesus Christ's humanity, which came through Mary, are similar and one, the revelation is a bit different. പാപം നിമിത്തം താഴ്ച വന്ന മനുഷ്യത്വത്തിന്റെ പ്രകടനമാണ് നമ്മിലുള്ളത്. The human nature who is with sin and who fell from grace, that is the one which we possess. എന്നാൽ യാതൊരു വീഴ്ചയോ കേടോ സംഭവിക്കാത്ത മനുഷ്യ പ്രകൃതിയുടെ പ്രകടനമാണ് ക്രിസ്തുവിലുള്ളത്. But the nature of man that was without sin, that never fell from the presence of God, that was the one which Jesus Christ possessed. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൽ വെളിപ്പെട്ട് കാണുന്ന മനുഷ്യത്വത്തിന് മഹിമയുണ്ട്. That's why the human nature which Jesus Christ possessed has glory. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കറയറ്റ മനുഷ്യനായിട്ടാണ് ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. In the Gospel of Luke, we see Jesus Christ was a man without spots. നമുക്കറിയാം, നാമെല്ലാം വീണ്ടും ജനിച്ച് നിത്യജീവൻ അഥവാ ദൈവിക ജീവൻ പ്രാപിച്ചതോടുകൂടെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീർന്നുകൊണ്ടിരിക്കുക. We all know that ever since we became saved, we are in fellowship with the divine nature. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമ്മുടെ പ്രകൃതിയുടെ പ്രകടനവശം നാൾക്കുനാൾ മഹിമയുള്ളതും മേന്മയേറിയതുമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. And that's why as time goes on, we are slowly transforming and assuming the glorious form. We are moving towards it. 2 കൊരിന്ത്യർ 3:18 നാം ഇങ്ങനെ കാണുന്നുണ്ട്, നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നു. And Paul reminds us in 2 Corinthians 3:18, but we all with unveiled face beholding as in a mirror the glory of the Lord are being transformed into the same image from glory to glory, just as by the Spirit of the Lord. എന്റെ പ്രിയമുള്ളവരെ, എന്നോട് ചേർത്ത് ഞാനൊരു ചിന്ത ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. 1 പത്രോസ് 2:1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പോലെ, and with that I would like to add a thought as we read in 1 Peter chapter 2 verse 1-2. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. And therefore, laying aside all malice, all guile, hypocrisy, envy, and all evil speaking, as newborn babes desire the pure milk of the word, that you may grow thereby. നാം ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചതായ ആ ഉന്നതമായ പദവി ദിനംതോറും മേന്മയേറിയതും മഹത്വമുള്ളതാക്കി തീർക്കുവാൻ നാം ഉത്സാഹിക്കുന്നുണ്ടോ? And even if we have received the glorious state by the sacrifice of Jesus Christ, are we trying to make it into that glory? Are we trying to reach that goal daily? പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് തുല്യമുള്ള സ്വഭാവമുള്ളവരായി തീർന്നുകൊണ്ടിരിക്കേണ്ടവരാണ്. We are people who should daily become more and more
similar to Jesus Christ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഒന്ന് പരിശോധിപ്പാനായിട്ട് ദൈവം നമ്മളെ വിശേഷാൽ സഹായിക്കട്ടെ. And may God help us that we may examine our spiritual lives. അടുത്തതായി യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിൻ വേലയെ കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കാം. Next, let us look at the redemptive ministry of Jesus Christ. ഒന്നാമതായി തന്റെ പരസ്യ ശുശ്രൂഷ അല്ലെങ്കിൽ പ്രവാചക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത് വീണ്ടെടുപ്പിൻ വേലയ്ക്കായുള്ള ഒരുക്കത്തെയാണ് കാണിക്കുന്നത്. And first we see his public ministry and how it is a preparation for his redemption. ഒന്നാമതായി താൻ തന്റെ ഏകീഭാവം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. His identification. First we can find Jesus Christ and his identification. ക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ് വീണ്ടെടുപ്പിൻ വേലയുടെ കാതലായ ഭാഗം എന്ന് നാം മനസ്സിലാക്കും. We see that the redemptive ministry, the most central part of it, was the death of Jesus Christ on the cross. ക്രിസ്തു യേശുവിന് മനുഷ്യത്വം ഉണ്ടായിരുന്നതുകൊണ്ടാണ് മനുഷ്യവർഗത്തിന്റെ പാപം ഏറ്റെടുക്കുവാനും ആ മനുഷ്യർക്ക് വേണ്ടി മരിക്കുവാനും കഴിഞ്ഞത്. And because Jesus Christ was a man, it was possible for him to take the sins of man and die for it. ക്രിസ്തുവിന് ദൈവത്വം ഉണ്ടായിരുന്നുകൊണ്ടാണ് മരിച്ചിട്ടും താൻ ഉയർത്തെഴുന്നേറ്റ്. And because Jesus Christ had the nature of a God, that is why he was able to die and rise up again. ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിന് മുൻപ് ഒന്നിലധികം നിലകളിൽ ശോധന ചെയ്യപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. And it was necessary that Jesus Christ be tried before he was punished on the cross. യെശയ്യാ പ്രവചനം 28:16 താൻ അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി ക്രൂശ് മരണം മരിക്കേണ്ടിയിരുന്നോ എന്ന് അവരോട് തനിക്കുള്ള വ്യക്തമായ ഏകീഭാവം അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ വ്യക്തമായി പ്രകടിപ്പിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. In Isaiah 28:16 we read that it was necessary that before Jesus Christ was crucified that he be able to reveal his identification with men. ആരുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നോ ക്രിസ്തു മരിക്കേണ്ടിയിരുന്നത് അവരോട് താൻ ഏകീഭാവമുള്ളവനായി തീരേണ്ടിയിരുന്നു. It was necessary that Jesus Christ identify with the people for whom he was going to die. നമുക്ക് കർത്താവ് എങ്ങനെ ആ കാര്യത്തിൽ ഏകീഭവിച്ചു എന്നുള്ള ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. And let us also examine how this identification process worked. യേശുക്രിസ്തു ജനമധ്യത്തിലും ഏറ്റവും താണവരോട് പോലും സഹകരണം പാലിച്ചിരുന്നു. And during his birth we see that Jesus Christ was affiliated with the lowliest of the people. ചുങ്കക്കാരോടും പാപികളോടും കൂടെ താൻ തിന്നുകയും കുടിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു വസ്തുതയായിരുന്നു. We can find clearly that Jesus Christ ate and drank with taxpayers and sinful people. വിശന്നവരായ ആയിരങ്ങൾക്ക് ആഹാരം കൊടുക്കുക മാത്രമല്ല താൻ ചെയ്തത്. He was not only the one who provided food to many hungry people. മരണത്താൽ ദുഃഖിതരായി തീർന്ന അവരോട് ചേർന്ന് താനും ദുഃഖിക്കുകയും അവരുടെ നഷ്ടം പരിഹരിച്ചു കൊടുത്ത് അവരുടെ കണ്ണീർ മാറ്റുകയും ചെയ്തു. He was also somebody who identified with them and wept with them when they were sad, and also removed their losses. രോഗങ്ങളാൽ മറ്റ് ശാരീരിക ബലഹീനതകളാൽ കഷ്ടം അനുഭവിച്ചവരെ താൻ ബലപ്പെടുത്തുവാനിടയായി തീർന്നു, സൗഖ്യം നൽകുവാനിടയായി. We also find him giving strength and healing to the people who are afflicted by physical problems. അശരണരും അശുദ്ധരെന്ന് മുദ്രകുത്തി അകന്ന് ജീവിക്കുന്നവരുമായ കുഷ്ഠരോഗികളെ തൊട്ട് താൻ സൗഖ്യമാക്കി. The impure and the people who were termed unholy and kept away, the leprous people were the ones who were touched and healed by Christ. തന്റെ അടുക്കൽ അമ്മമാർ കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ താൻ സ്വീകരിച്ച് അവരെ ആശീർവദിച്ചു. We see that he was able to receive the kids that were brought to him by their mothers, and he blessed them. നാം നോക്കിയാൽ ഏത് നിലയിലുള്ള മനുഷ്യരോടും താൻ സഹതാപം കാണിച്ച് സഹകരിക്കുവാനും സഹായിക്കുവാനും സന്നദ്ധനായിരുന്നു. We see that he was able to identify with any group of men and was able to have compassion on them and help them. സകലരുടെയും ക്രിസ്തുവാണെന്നും സാമാന്യ ജനത്തിനും അതുപോലെ
അവരോട് ചേർന്ന് വരുന്ന അവരുടെ ചാർച്ചക്കാരനായ ക്രിസ്തുവാണെന്നും താൻ തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി. So Jesus Christ was able to reveal through his life that he was the Lord of all people, that he was the closest kin to all the people on this earth. യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. Let us examine the purity of Jesus Christ. ഇസ്രായേലിന്റെ പെസഹ കുഞ്ഞാട് ഊനമില്ലാത്തതായിരിക്കണം എന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് നിബന്ധന ചെയ്തിരുന്നു. God had strictly commanded that the Passover lamb of the Jews must be without spot or blemish. നമ്മുടെ പെസഹ കുഞ്ഞാടായ ദൈവത്തിന്റെ ക്രിസ്തു ത്രിലോകങ്ങളുടെ ത്രിവിധമായ ശോധനകൾക്ക് വിധേയമാകേണ്ടതിന് 33.5 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചു. And so that our Passover lamb, Jesus Christ, so that he may be tried on this world, he lived 33 years on this same earth. ആദ്യത്തെ 30 വർഷക്കാലം സ്വർലോകത്തിന്റെ ശോധനയ്ക്കായി വേർതിരിക്കപ്പെട്ട കാലമായി കണക്കാക്കാം. And the first 30 years, we can consider them as the years when he was tempted or tried by the heavenly world. ആ കാലയളവിൽ യേശു തന്റെ ഭൗമിക മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് കീഴടങ്ങിയിരുന്നു. ലൂക്കോസ് 2:51 നാം അത് കാണുന്നു. And in Luke 2:51, we read that during this time, Jesus Christ was submissive and honoring his parents, and he was under them. 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് സംഭവിച്ചതൊഴികെ മറ്റൊരവസരത്തിലും തന്റെ സ്വർഗീയ ബന്ധമോ തന്റെ ദൈവത്വമോ വെളിപ്പെടുത്താതെ മനുഷ്യത്വത്തിന്റെ പരിമിതിക്കുള്ളിൽ ഒതുങ്ങി ജീവിച്ച കാലയളവായിരുന്നു ആ 30 വർഷക്കാലം. And we see that except of the incident which happened in his 12th year, all the other times were times when Jesus Christ limited himself and adjusted to the lowly life of men. ഈ കാലയളവിന്റെ ഒടുവിൽ കർത്താവ് പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പായി നടന്ന സ്നാനഘട്ടത്തിൽ സ്വർഗത്തിലെ പിതാവ് പുത്രനെ കുറിച്ച് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. And at the end of this time, before Jesus Christ began his public ministry, when he went for baptism, we see that God revealed and said that this is my dear son, this is my son, and I'm well pleased in him. ജഡാവതാരം ചെയ്ത് തന്റെ 30 വർഷക്കാലമുള്ള ജീവിതത്തിന്റെ പരിശോധനാ കാലഘട്ടത്തെ നോക്കി സ്വർഗം പ്രഖ്യാപിച്ചു, ഇവനിൽ യാതൊരു പാപവുമില്ല, ഇവനിൽ യാതൊരു തെറ്റുമില്ല, ഇവൻ എന്റെ പ്രിയപുത്രൻ. We see after 30 years of living in this earth and after being observed by heaven, the heavens give a testimony and they give a testament that this man has no sin. തുടർന്നുള്ള 3.5 വർഷക്കാലം നാം നോക്കിയാൽ അധോലോകവും ഈ ഭൂമിയിലുള്ള മനുഷ്യവർഗവും കർത്താവിനെ ശോധന ചെയ്ത കാലയളവായിരുന്നു. The next 3.5 years, if we examine those years, we find that these were times when Jesus was tried by the things of this earth and things under this earth or by hell. ദുർഭൂതങ്ങളും വിവിധ നിലവാരങ്ങളിലുള്ള മനുഷ്യരും ആ നാളുകളിൽ കർത്താവിന്റെ വൈശിഷ്ട്യത്തെ കുറിച്ച് കാണാനിടയായി പറവാനിടയായി തീർന്നു. Many demon-possessed people and many different types of afflicted people could see Jesus Christ and give a testimony about him. വിശേഷാൽ അവന്റെ പരിശുദ്ധിയെ കുറിച്ച് അവരെല്ലാം സാക്ഷീകരിച്ചതായി നാം കാണുന്നു. And we find all of them testimonying about the purity of Jesus Christ. ഇങ്ങനെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയ്ക്ക് ശേഷം ലോകത്തിന്റെ പാപത്തെ ചുമന്ന് പ്രായശ്ചിത്ത മരണം വരിക്കുവാൻ ക്രിസ്തു യോഗ്യതയുള്ളവനാണെന്ന് തെളിയിക്കപ്പെട്ടു. And after all these years, it was proven that Jesus Christ was worthy to be offered up as a sacrifice for the sins of this earth. താൻ പാപമില്ലാത്ത പരിശുദ്ധനാണെന്ന് തെളിയിച്ചു എന്ന് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപം തന്റെ മേൽ ചുമന്നൊഴിക്കുവാനായിട്ടും ഇടയായിത്തീർന്നു. Not only did he reveal that he was pure and holy and sinless, but it was also made that the sins of this world were put upon him. എന്റെ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കും പിൻപറ്റാം. So my dear brothers and sisters, let us also follow all these examples which Jesus Christ showed to us in his lifetime. ആ ക്രിസ്തുവിനോട് അനുരൂപരായി നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണത്തക്ക നിലയിലുള്ള ഒരു ജീവിതം നമുക്കും ഈ ഭൂമിയിൽ കാഴ്ചവെക്കാം.
Let us also be one with him, and the people who see our lives, may they see Jesus Christ. We may lead such a life. അതിനായി സർവശക്തനായ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. And I pray that God Almighty allows us and helps us to lead a life like that. And with that prayer, I would like to end this session. May the name of the Lord be glorified. Amen.